Hi guys, welcome to my channel Ma Travel. We are going to Wales for a caravan, South Wales. Through M4 ആണ് ജംഗ്ഷൻ 34. So ഞങ്ങൾ വരുന്നത് ബർമിംഗ്ഹാം വെസ്റ്റ് മിഡ്ലൻഡ്സ്. So I used M5, M1, sorry M4 കൂടെയാണ് വരുന്നത് കേട്ടോ. ഇന്ന് ക്ലൈമറ്റ് അത്ര സുഖമില്ലായിരുന്നു, ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. പക്ഷേ ഇവിടെ മുഴുവൻ നല്ല മഴയാണ്. അങ്ങനെ ഞാൻ 34 എടുത്ത് ജംഗ്ഷൻ 34 എടുത്ത് M4 ജംഗ്ഷൻ 34 അത്ര വർദ്ധമായ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ 3 ദിവസത്തേക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എനിക്കത് 320 പൗണ്ടിന് കിട്ടി. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 2 മൈലും കൂടെ ഉണ്ട്, 2 മിനിറ്റ് കൂടെ. ഇതിൻ്റെ അടുത്തൊരു സീസൈഡാണ്. ഇവിടെ പിള്ളേർക്ക് കളിക്കാനും പിടിക്കാനും ഒക്കെ ഉള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. സൗത്ത് വെയിൽസ്. ആൾക്കാരെല്ലാം വരുന്നു. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. എത്തി ട്രിക്കോബേ പാർക്ക് ആൻഡ് റിസോർട്ട്. ഇവിടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന കാരവാൻ. ചെക്കിംഗ് ടൈം ഈസ് 4 o'clock. We are a little bit early. That should be okay. Reception already. Reception direct. You can play with this one. This one, that's good one. You will like it. Busy ആണ് ഇവിടെ. ഒത്തിരി വണ്ടികളെല്ലാം ഉണ്ട്. ഈ കരവാനുകൾ ഇങ്ങനെ കിടക്കുകയാണ് ഇഷ്ടംപോലെ. ഈ കാണുന്ന സൈഡിലെല്ലാം കരവാൻ. ഇവൻ ഈ വിൻ്റർ ടൈം ആയിട്ടും ബിസിയാണ്. അങ്ങനെ അതാ നമ്മളങ്ങനെ കാരവാൻ പാർക്കിൻ്റെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. ഇവിടെ 1-2 കടയും കാര്യങ്ങളും. പപ്പ ജോൺസ്, ആക്ടിവിറ്റി ബുക്കിംഗ് ക്ലബ്. ഇവിടെ 1-2 ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോയിട്ട് ചെക്കിൻ ചെയ്യണം, പിന്നെ അതിൻ്റെ കീ മേടിക്കണം കാരവാൻ്റെ. അപ്പം അങ്ങനെയൊക്കെ കാണണം. റിസപ്ഷനിലാണത് പാർട്ടി പരിപാടി. ഇവിടെ ഇച്ചിരി വിൻഡിയാണ്, ഭയങ്കര കാറ്റാണ്. ആൾക്കാർ ക്യൂ നിൽക്കുക കളക്ട് ചെയ്യാൻ പറ്റും. മറ്റ് റിക്കവറി ബേ ഇവിടെ ഇങ്ങനെ ഈ കാണുന്ന ഈ കാരവാന് ഇത് സെയിലിനുള്ളതാണ്. 435 പൗണ്ട് പെർ മന്ത് കൊടുത്ത് കഴിഞ്ഞാൽ 2 കാരവാൻ കിട്ടും. റിസപ്ഷൻ അങ്ങനെ കീ കിട്ടി. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കാരവാനുകൾ ഇങ്ങനെ ഇഷ്ടംപോലെ അട്ടിയടുക്കി കിടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെക്കിൻ ചെയ്ത് കീയും കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി ഇവിടുന്ന് നേരെ
നമ്മുടെ കാരവാൻ നമ്മൾ കണ്ടുപിടിക്കണം. അവരതിൻ്റെ ഈ മാപ്പ് തന്നിട്ടുണ്ട്. ഈ മാപ്പ് വെച്ച് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്ത്, ഇതാണ് കാരവാൻ. നമ്മൾ അകത്തോട്ട് കയറുകയാണ്. ഇതിനവിടെ ടോയ്ലറ്റ് ലൈറ്റ് ഒന്നും ഇട്ടില്ല. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഒരു ബെഡ്റൂം. ഇത് ഡബിൾ ബെഡ്റൂം. ഇത് സിംഗിൾ ബെഡ്റൂം. ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ മെയിൻ ഏരിയ. ഇവിടെ നിന്ന് ചെക്കിങ് എല്ലാം ഇങ്ങനെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റിസപ്ഷന് വന്ന് ചെക്കിൻ ചെയ്തു. അതിന് ഇവിടെ കറവാൻ ഇങ്ങനെയൊക്കെ കിടപ്പുണ്ട്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. ഗെയിം സെക്ഷൻസ്. ഇതൊരു ഏരിയ. ഒരു ഗെയിമിൻ്റെ ഇവിടെ ഒരു ഐസ്ക്രീം പാർലറുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അങ്ങോട്ട് ഇതിൻ്റെ ഒരു ഗെയിമിൻ്റെ ഒരു എൻട്രൻസ്. ഇതൊരു റെസ്റ്റോറൻ്റാണ്. ഇതിങ്ങനെ ചെറിയ ചെറിയ ഓരോ ഗെയിംസുകൾ. ഇവിടെ വേറൊരു റെസ്റ്റോറൻറ്റ്. സോറി. അത് കഴിഞ്ഞാൽ ഇത് വേറെ സെക്ഷൻ. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിള്ളേരുടെ മറ്റുള്ള ഗെയിംസിൻ്റെ ഇത് സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂൾ ഈസ് ക്ലോസ്. ഇവിടെ വേറെ കുറച്ച് ഗെയിംസ് പിള്ളേരുടെ ഇങ്ങനെ പിന്നെ അവിടെ വേറെ റെസ്റ്റോറൻറ്റ് ബർഗർ കിങ് ഉണ്ട്. അങ്ങനെ ഇവിടെ ഐസ് സ്കേറ്റ് ഉണ്ട് പിള്ളേർക്ക്. അടച്ചു തരിക.
നമ്മളിവിടെ വരുമ്പോൾ ഇവിടുന്ന് നേരെ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ഈ സീ സൈഡിലോട്ട്, ബീച്ചിലേക്ക്. അപ്പം ഞാൻ ഇന്ന് മോർണിംഗത്തെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് നടക്കുക, ബീച്ചിലോട്ട് പോവുക. ഒരു 5 minutes വാക്കിംഗ് ഉണ്ട്, അങ്ങോട്ട് പോവാം. അത് നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പം ഇവിടെ അവരുടെ ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ വേറെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. മറ്റേ ഈ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒത്തിരി ഉണ്ട്. അത് സമ്മർ ടൈമിലാണ്, നോർമലി സമ്മർ ടൈമിലാണ്. അതുപോലെ വാട്ടർ പാർക്ക്, കുറേ വാട്ടർ പാർക്കുണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട്. അതെല്ലാം ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഈ കാരവാനിങ്ങനെ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ, ഇതെല്ലാം ഇവരുടെ ഒരു ഏരിയ ഇത് മുഴുവൻ. ഇതിന് ഓരോ ഈ കാരവാൻ്റെ സ്ട്രീറ്റിനും ഇവിടെ നിന്ന് ഓരോ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ സ്ട്രീറ്റ് പോലെ ഇവർ ഉണ്ടാക്കി ഇങ്ങനെ ഇട്ടിരിക്കുക, കണ്ടിന്യൂസ് കാരവാൻസ്. ഇതിനകത്തോട്ട് കയറിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇങ്ങനെ അടിച്ച് വെച്ചിരിക്കുക ഇഷ്ടം പോലെ. നമ്മളിങ്ങനെ നടന്ന് നേരെ ബീച്ചിലോട്ട് പോവാം. അങ്ങനെ ടോൾഡ് യു ഇതൊരു ചെറിയ കടലെടുക്കാൻ തോന്നുന്നു. ഇതിൻ്റെ ഒരു കാരവാൻ്റെ ബാക്ക് സൈഡ് ഇതിപ്പം. ഈ കാരവാൻ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡാണിത്. ഇവിടെയും ബീച്ച് സൈഡാണ് ഈ സൈഡ്. പക്ഷേ ഇപ്പം ടൈഡ് ഡൗൺ ആയതുകൊണ്ട് പിന്നെ ലോ ആയ അതുകൊണ്ട് വെള്ളക്കയറ്റം എന്നാ പറയുന്നത്, വേലിയിറക്കം അത് സംഭവിച്ചതുകൊണ്ട് ഇപ്പം ഈ ബീച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ മാറിയാണ്. ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഈ വെള്ളം ഇങ്ങോട്ട് വരും, ബീച്ചിലേക്ക് വരും. ഇനിവേ ഇച്ചിരി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ബീച്ചായി. ഇവിടെ ഇപ്പോൾ ബുക്ക് ചെയ്യുന്നൊരു 3 night ഒരു എത്രയാണ് 250 ഒക്കെ ഉള്ളൂ കേട്ടോ. 250 pound എടുത്ത് 3 nights വരാം. ഫ്രൈഡേ സാറ്റർഡേ സൺഡേയും വരാം, അല്ലെ സാറ്റർഡേ ടു 7 nights കണ്ട് 400 pound അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിലും എവിടെയാണെന്നുള്ള ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം, ബുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു വെരി മച്ച്.